ഈ ഒരു പുഡിങ് ഗ്രീൻ ടീ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് കഴിക്കുമ്പോൾ അത് മനസ്സിലാവുകയില്ല, വളരെയധികം ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതൊരു 5 ഗ്രാം ഉണ്ട് ചൈന ഗ്രാസ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാൻ വെക്കണം. എന്നിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു 30 ബദാം വേണം. ഇത് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് തൊലി കളഞ്ഞെടുത്തതാണ്. ഇനി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ തൊലി കളഞ്ഞ ബദാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഗ്രീൻ ടീയുടെ സാഷ ഇട്ട് കൊടുക്കാം. ഇതുപോലെയുള്ള ലിപ്ടനെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള 2 എണ്ണം. രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല പേസ്റ്റ് പോലെ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ജെൽ കളറാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഇത് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ മധുരം നോക്കുക. മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർക്കാവുന്നതാണ്. ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്രീൻ ടീ പുഡിംഗ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ബോയിൽ ആവണം. ഇനി ഇതൊന്ന് പുഡിംഗ് ഡിഷിലേക്ക് മാറ്റി കുറച്ച് ചൂടാറിയാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കാം. ചൈന ഗ്രാസ് ആയതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഞാൻ ഇതുപോലെയുള്ള 2 ചെറിയ കുട്ടി കേക്കിൻ്റെ മോൾഡാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഈ പുഡിങ്ങിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ബാക്കി വരുന്നത് ഈ ഒരു ബോളിലേക്കും ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പുഡിങ്ങിൻ്റെ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്നിച്ച് സെറ്റ് ചെയ്യുന്നത്. ഞാൻ വെറുതെ
വലിയൊരു പുഡിങ്ങിൻ്റെ പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കൂടി ബാക്കിയുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ആ സൈഡിലുള്ള കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതും ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ഓൾ എന്നുള്ളത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുഡിങ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഗ്രീൻ ടീ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുകയില്ല. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. Thank you for watching.